നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത് ഈ ഇൻവോയ്സ് എങ്ങനെയാണ് ടാലി പ്രൈമിൽ നിന്നും ജനറേറ്റ് ചെയ്യുക എന്നുള്ളതിനെ കുറിച്ചിട്ടാണ്. വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് ജനറേറ്റ് ചെയ്തെടുക്കാൻ പറ്റും ടാലിയിൽ നിന്ന്. അപ്പോൾ അതിനെ കുറിച്ചിട്ടാണ് ഇന്ന് ഡീറ്റെയിൽ ആയിട്ട് പറയാൻ പോകുന്നത്. അപ്പോൾ അതിനു മുമ്പ് എന്താണ് ഈ ഇൻവോയ്സ് എന്നുള്ളത് അറിഞ്ഞിരിക്കണം. എന്നാലല്ലേ നമുക്ക് ജനറേറ്റ് ചെയ്തെടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അതെല്ലാം ഇന്നത്തെ വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. ഹലോ ഫ്രണ്ട്സ്, ഞാൻ ശ്യാമള നാരായണൻ. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ടാലി അക്കൗണ്ടിങ് മലയാളം. എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ, എൻ്റെ ടീച്ചിങ് സ്റ്റൈല് നിങ്ങൾക്ക് ഇഷ്ടമാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അതിനോടൊപ്പം തന്നെ തൊട്ടടുത്തുള്ള ബെൽ ബട്ടണും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യണേ. എന്നാൽ മാത്രമാണ് ഞാനിടുന്ന വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുള്ളൂ. അതേപോലെ തന്നെ ഇഷ്ടമായി കഴിഞ്ഞാൽ നിങ്ങളൊന്ന് ലൈക്കും കൂടി ചെയ്യണേ. പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനോ റിലേറ്റീവ്സിനോ ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. കാരണം നിങ്ങളുടെ ഒരു ഷെയറും ലൈക്കും കമൻറ്റും ഒക്കെയാണ് എനിക്ക് വീഡിയോ ചെയ്യാനുള്ള ഒരു ഇൻസ്പിറേഷൻ എന്ന് പറയുന്നത്. അതേപോലെ തന്നെ ഒരു പ്രധാനപ്പെട്ടുള്ള കാര്യം, ഞാൻ ടാലി ഓൺലൈൻ ക്ലാസ് എടുക്കുന്നുണ്ട്. അപ്പോൾ താല്പര്യമുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ എനിക്കൊന്ന് മെയിൽ ചെയ്തോളൂ. എൻ്റെ മെയിൽ ID എന്ന് പറയുന്നത് shyamastaliclass@gmail.com ആണ്. അപ്പോൾ ഞാനതിന് റിപ്ലൈ തരും. അപ്പോൾ നമുക്ക് ഒട്ടും താമസിയാതെ തന്നെ നമ്മളുടെ വീഡിയോയിലേക്ക് വരാം. അപ്പോൾ ഈ ഇൻവോയ്സ് ജനറേറ്റ് ചെയ്യുന്നതിന് മുമ്പ് നമുക്ക് എന്താണ് ഈ ഇൻവോയ്സ് എന്നുള്ളത് നോക്കാം. ഇൻവോയ്സ് ഈസ് ദ പ്രോസസ് ഓഫ് അപ്ലോഡിംഗ് ഓൾ യുവർ B2B ട്രാൻസാക്ഷൻ, സെയിൽസ്, ക്രെഡിറ്റ് നോട്ട് ആൻഡ് ഡെബിറ്റ് നോട്ട് മെയ്ഡ് ടു ദ ബിസിനസ് ഇൻക്ലൂഡിംഗ് ഓൾ ടൈപ്സ് ഓഫ് എക്സ്പോർട്സ് ടു ദ IRP ഇൻവോയ്സ് രജിസ്ട്രേഷൻ പോർട്ടൽ for authentication. Once authenticated, the IRP will issue a unique IRN for every invoice reference number. A QR code will be added to the invoice along with the IRN. അതായത് എന്താണ് ഈ ഇൻവോയ്സിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ഇൻവോയ്സിങ് എന്താണ്, നിങ്ങളുടെ സ്ഥാപനത്തിലെ എല്ലാ B2B ട്രാൻസാക്ഷനും മാത്രമേ എടുക്കുള്ളൂ. അത് സെയിൽസ് ഉണ്ടായിരിക്കും, ക്രെഡിറ്റ് നോട്ട്, ഡെബിറ്റ് നോട്ട്, എല്ലാ ട്രാൻസാക്ഷനും നമ്മൾ അപ്ലോഡ് ചെയ്യും. അപ്പോൾ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നേരെ അത് IRP പോർട്ടലിലേക്കാണ്, അതായത് ഇൻവോയ്സ് രജിസ്ട്രേഷൻ പോർട്ടലിലേക്കാണ് അത് പോവുക. അപ്പോൾ ഓതന്റിഫിക്കേഷന് വേണ്ടിയിട്ടാണ്, ഒരു ക്ലാരിറ്റിക്ക് വേണ്ടിയിട്ടാണത്. അപ്പോൾ അവിടെ നിന്ന് നമുക്ക് ഒരു IRN നമ്പർ കിട്ടും, അതായത് ഇൻവോയ്സ് രജിസ്ട്രേഷൻ, അതായത് ഇൻവോയ്സ് റെഫറൻസ് നമ്പർ നമുക്ക് കിട്ടും. അപ്പോൾ അത് വെച്ചിട്ട് അതിനോടൊപ്പം തന്നെ ഒരു QR കോഡും ഉണ്ടായിരിക്കും. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ഇൻവോയ്സ്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ടാണ് ഈ ഇൻവോയ്സിങ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ സെയിൽസ് ഇൻവോയ്സിങ് ചെയ്ത് കഴിഞ്ഞാൽ നേരെ അത് GST പോർട്ടലിൽ പോയിട്ട് ഓട്ടോമാറ്റിക്കായിട്ട് അതൊരു ഇൻവോയ്സിങ് ആയിട്ട് ഓട്ടോമാറ്റിക്കായിട്ട് അത് ആകും. അതായത് നമ്മൾ ഒരു സെയിൽസ് ചെയ്ത് കഴിഞ്ഞാൽ അത് നേരെ GST പോർട്ടലിലേക്ക് പോയിട്ട് അത് അവിടെ വെച്ചിട്ട് ഈ ഇൻവോയ്സിങ് ആവുകയാണ് ചെയ്യണത്. അതായത് ഇലക്ട്രോണിക് ഇൻവോയ്സ് സിസ്റ്റം ആവുകയാണ് ചെയ്യണത്. ഇനി നമുക്ക് എങ്ങനെയാണ് ടാലിയിൽ ഇത് ചെയ്യുക എന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഞാനിവിടെ ഒരു കമ്പനി ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് ആദ്യം പോയിട്ട് ചെയ്യേണ്ടത്, നമ്മൾക്ക് GST രജിസ്ട്രേഷൻ നമ്മൾ ആക്ടിവേറ്റ് ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടി നമുക്ക് ഇവിടെ മുകളിൽ കമ്പനി എടുത്തു. ഇവിടെ നമുക്ക് F11 ഫീച്ചർ സെലക്ട് ചെയ്തിട്ടെടുക്കാം. F11 ഫീച്ചർ സെലക്ട് ചെയ്തെടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതാണ് എനേബിൾ ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ് GST. ഇവിടെയാണ് നമ്മൾ യെസ് കൊടുക്കേണ്ടത്. ഇവിടെ യെസ് കൊടുത്ത് നമ്മൾ എൻ്റർ അടിച്ചു. അപ്പോൾ ഇവിടെ നമുക്ക് ഈ ഒരു ഡീറ്റെയിൽസിലേക്കാണ് വരിക. ഇവിടെ നമ്മുടെ സ്റ്റേറ്റ്, നമ്മുടെ രജിസ്ട്രേഷൻ ടൈപ്പ് റെഗുലർ കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഇവിടെ GST നമ്പർ കൊടുത്തിട്ടുണ്ട്. ഇവിടെ നമുക്ക് എൻ്റർ അടിച്ചു. ഇവിടെ നമ്മൾ ജസ്റ്റ് എൻ്റർ അടിച്ചു, എൻ്റർ. അപ്പോൾ ഇവിടെ നമുക്ക് ചോദിക്കും ഈ ഇൻവോയ്സിങ് അപ്ലിക്കബിൾ ആവണോ എന്ന് പോലെക്കാണ് അപ്ലിക്കബിൾ ആവുന്നത്. അപ്പോൾ നമുക്ക് അതിൻ്റെ ഡേറ്റ് നമുക്കിവിടെ കൊടുക്കാം. ഇൻവോയ്സ് ബിൽ ഫ്രം പ്ലേസ്, എവിടെ നിന്നാണ് നമ്മൾ ഈ ബില്ല് നമ്മൾ ഇഷ്യൂ ചെയ്യണം. അപ്പോൾ നമുക്കിവിടെ പ്ലേസ് കൊടുക്കാം. ഇപ്പോൾ തൃശ്ശൂരാണെന്നുണ്ടെങ്കിൽ നമ്മൾ തൃശ്ശൂർ എന്നുള്ളത് കൊടുത്തു, എൻ്റർ അടിച്ചു. അപ്പോൾ ഇവിടെ ചോദിക്കും ഇ-വേ ബിൽ അപ്ലിക്കബിൾ, അതായത് ഈ ഇൻവോയ്സിങ്ങും ഇ-വേ ബില്ലും കണക്റ്റഡ് ആണ്. അപ്പോൾ നമുക്ക് ഇ-വേ ബില്ലോട് കൂടിയിട്ടാണ് നമ്മൾ ഈ ഇൻവോയ്സിങ് ജനറേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് യെസ് കൊടുത്തു. ഇവിടെയും അതേപോലെ തന്നെ അപ്ലിക്കബിൾ ഫ്രം എന്ന് മുതൽക്കാണ് അപ്ലിക്കബിൾ ആവണത്. അപ്ലിക്കബിൾ ഫോർ ഇൻ്റർസ്റ്റേറ്റ്, നമ്മൾ ഇൻ്റർസ്റ്റേറ്റിലേക്കും ഇത് അപ്ലിക്കബിൾ ആവേണ്ടതെങ്കിൽ നമുക്ക് ഇവിടെ നമുക്ക് യെസ് കൊടുക്കാം. ഇത്രയും കൊടുത്തു കഴിഞ്ഞാൽ ഇത് നമ്മൾ ജസ്റ്റ് എൻ്റർ അടിച്ച് കഴിഞ്ഞിട്ട് നമുക്ക് ഈ ഒരു വിൻഡോ എൻ്റർ അടിച്ച് കഴിഞ്ഞ് ഇത് സേവ് ചെയ്തു. ഇപ്പം നമ്മുടെ കമ്പനിയിൽ നമ്മുടെ GST നമ്മൾ ആക്ടിവേറ്റ് ചെയ്തിട്ട് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു സെയിൽസ് ഇൻവോയ്സിംഗ് ആണ് ചെയ്യേണ്ടത്. അപ്പോൾ അതിനുവേണ്ടി നമുക്ക് വൗച്ചർ സെലക്ട് ചെയ്തിട്ടെടുക്കാം. നമുക്ക് സെയിൽസ് സെലക്ട് ചെയ്തിട്ടെടുത്തു. നമുക്ക് ഇവിടെ സെയിൽസിൽ നമുക്ക് പാർട്ടിയുടെ പേര് അടിച്ചു കൊടുക്കാം. ഇപ്പോൾ ഇവിടെ ഞാൻ പാർട്ടിയുടെ പേര് അടിച്ചു കൊടുക്കുന്നത് ഇപ്പോൾ JK ട്രേഡേഴ്സ്.
JK ട്രേഡേഴ്സ് എന്നുള്ളത് അടിച്ചു. അണ്ടർ എന്താണ്? സൺട്രി ഡെറ്റർ ആണ് അല്ലേ? അപ്പോൾ ഇവിടെ നമുക്ക് സൺട്രി ഡെറ്ററിലേക്ക് സെലക്ട് ചെയ്തിട്ടെടുക്കാം. ഇവിടെ സൺട്രി ഡെറ്ററിലേക്ക് സെലക്ട് ചെയ്തിട്ടെടുത്തു. മെയിൻറ്റെയിൻ ബാലൻസ് ബിൽ ബൈ ബിൽ യെസ് കൊടുത്തു, എൻ്റർ അടിച്ചു. ഇവിടെ നമുക്ക് നെയിം, അഡ്രസ്സ് എല്ലാ ഡീറ്റെയിൽസും കൊടുക്കാം. പിൻകോഡ് എല്ലാ ഡീറ്റെയിൽസും ഇവിടെ കൊടുക്കാം. ജസ്റ്റ് നമുക്ക് എൻ്റർ അടിച്ചു. അപ്പോൾ നമുക്ക് ഇവിടെ പാർട്ടിയുടെ അഡ്രസ്സൊക്കെ കൊടുക്കാം. ഇപ്പോൾ ഇവിടെ ഞാനിവിടെ അഡ്രസ്സ് കൊടുക്കണു. കുറുപ്പൻ റോഡ്, തൃശ്ശൂർ. എൻ്റർ അടിച്ചു. ഇവിടെ നമുക്ക് സ്റ്റേറ്റ് വന്നു, കൺട്രി വന്നു. ഇവിടെ നമുക്ക് പിൻകോഡ് അടിച്ചു കൊടുക്കാം. ജസ്റ്റ് എൻ്റർ അടിച്ചു. എല്ലാ ഡീറ്റെയിൽസും കൊടുക്കാം. പാർട്ടിയുടെ GST നമ്പർ കൊടുക്കാം. ജസ്റ്റ് നമ്മൾ ഇവിടെ വെച്ചിട്ട് ജസ്റ്റ് എൻ്റർ അടിച്ചു. ഇവിടെയും നമ്മൾ ജസ്റ്റ് എൻ്റർ അടിച്ചു. നമുക്കിവിടെ ഡോക്യുമെൻറ്റ് നമ്പർ, ഡെസ്പാച്ച് ത്രൂ, അതേപോലെ തന്നെ ഡെസ്റ്റിനേഷൻ എവിടേക്കാണ്, നമുക്കിവിടെ കാരിയർ നെയിം ഓർ ഏജൻറ്റ്, അതേപോലെ തന്നെ ബിൽ ഓഫ് ലാഡിങ്, LLR നമ്പർ, ഡേറ്റ്, അതേപോലെ തന്നെ വെഹിക്കിൾ നമ്പർ, ഇങ്ങനെയുള്ള ഡീറ്റെയിൽസൊക്കെ നമുക്കിവിടെ കൊടുക്കാം. ഇവിടെ കൊടുത്തു കഴിഞ്ഞാൽ നമ്മളിവിടെ ജസ്റ്റ് എൻ്റർ അടിച്ചു. ഇവിടെയും നമ്മൾ ജസ്റ്റ് എൻ്റർ അടിച്ചു. ഇവിടെ നമുക്ക് സെയിൽസിൽ ക്രിയേറ്റ് ചെയ്യാം. Alt+C അടിച്ചു, സെയിൽസ് കൊടുത്തു. അണ്ടർ സെയിൽസ് അക്കൗണ്ട്സിലേക്ക് നമുക്ക് സെലക്ട് ചെയ്തിട്ടെടുക്കാം. ഇവിടെ സെയിൽസ് അക്കൗണ്ട്സിലേക്ക് സെലക്ട് ചെയ്തിട്ടെടുത്തു. ജസ്റ്റ് എൻ്റർ അടിച്ചു. ഇവിടെ GST അപ്ലിക്കബിലിറ്റിയിൽ അപ്ലിക്കബിൾ സെലക്ട് ചെയ്തിട്ടെടുത്തു. ജസ്റ്റ് എൻ്റർ അടിച്ചു. ഇവിടെ ഗുഡ്സിലേക്ക് കൊടുത്തു, എൻ്റർ അടിച്ചു, എൻ്റർ. ഇതിലൂടെ നമുക്ക് ഐറ്റം കൊടുക്കാം. Alt+C അടിച്ച് ഐറ്റം ക്രിയേറ്റ് ചെയ്യാം. ഇപ്പോൾ TV എന്നുള്ളൊരു ഐറ്റമാണ്. TV എന്നുള്ളൊരു ഐറ്റം കൊടുത്തു, എൻ്റർ അടിച്ചു. യൂണിറ്റ് നമ്പറിലേക്ക് കൊടുത്തു, ജസ്റ്റ് എൻ്റർ അടിച്ചു. ഇവിടെ നമുക്ക് GST അപ്ലിക്കബിലിറ്റിയിൽ അപ്ലിക്കബിൾ കൊടുത്തു. ഇവിടെ HSN കോഡാണ്. അപ്പോൾ ഇവിടെ സ്പെസിഫൈഡ് ഡീറ്റെയിൽ ഹിയറിൽ കൊടുത്തു. ആ ഐറ്റത്തിൻ്റെ HSN കോഡ് നമുക്ക് ഗൂഗിൾ അടിച്ച് കഴിഞ്ഞാൽ ആ ഐറ്റത്തിൻ്റെ HSN കോഡ് നമുക്ക് കിട്ടും. അത് കഴിഞ്ഞാൽ എന്താണ്? GSTയുടെ റേറ്റ് ആണ്. അതിന് നമ്മൾ സ്പെസിഫൈഡ് ഡീറ്റെയിൽ ഹിയർ കൊടുത്തു, ടാക്സബിൾ കൊടുത്തു. ഇപ്പോൾ ഒരു 12% കൊടുത്തു. അപ്പോൾ നമുക്ക് ഇവിടെ 6% ആണ് CGSTയും SGSTയും വരിക. ഇവിടെ ഇപ്പോൾ നമുക്ക് ടോട്ടലായിട്ടുള്ള റേറ്റ് മാത്രമേ വന്നിട്ടുള്ളൂ. നമുക്ക് രണ്ടും സ്പ്ലിറ്റ് ചെയ്ത് കാണണം വിചാരിക്കുക. ജസ്റ്റ് ഒന്ന് F12 അടിക്കുക. F12 അടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ നമുക്കൊരു ഓപ്ഷൻ കാണിക്കും, പ്രൊവൈഡ് ബ്രേക്കപ്പ് ഓഫ് ടാക്സ് റേറ്റ്. ഈ ഒരു ഓപ്ഷൻ ഒന്ന് യെസ് കൊടുക്കാം. നമുക്ക് ഈ ഒരു ഓപ്ഷൻ യെസ് കൊടുക്കാം. ഇത് Ctrl+E അടിച്ചു. ഇപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് രണ്ട് റേറ്റുകളും വേറെ വേറെ ആയിട്ട് നമുക്ക് കാണിക്കും. ഇവിടെ നമ്മൾ ഗുഡ്സിലേക്ക് കൊടുത്തു, എൻ്റർ അടിച്ചു. ഇവിടെ നമുക്ക് ക്വാണ്ടിറ്റി കൊടുക്കാം. ഇപ്പോൾ ഒരു 5 TV ഉണ്ടായിരുന്നു, അതിൻ്റെ റേറ്റ് കൊടുക്കാം. ഇപ്പോൾ ഒരു 26,000 വന്നിട്ടുണ്ട്. ഇവിടെ നമ്മൾ ജസ്റ്റ് എൻ്റർ അടിച്ചു, എൻ്റർ. ഇനി നമുക്ക് എന്താണ്? ഇതിൻ്റെ ടാക്സ് ആണ് കാണിക്കേണ്ടത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ജസ്റ്റ് ഒന്നുകൂടി എൻ്റർ അടിച്ചു. ഇവിടെ നമുക്ക് എന്താണ്? CGST ക്രിയേറ്റ് ചെയ്യാം. ഇവിടെ Alt+C അടിച്ചു, CGST. അണ്ടർ എന്താണ്? ഇവിടെ നമുക്ക് CGST കൊടുക്കാം. അണ്ടർ എന്താണ്? ഡ്യൂട്ടീസ് ആൻഡ് ടാക്സസ് ആണ്. ഇവിടെ അണ്ടർ ഡ്യൂട്ടീസ് ആൻഡ് ടാക്സസ് സെലക്ട് ചെയ്തിട്ടെടുക്കാം. ടൈപ്പ് ഓഫ് ഡ്യൂട്ടി ഓർ ടാക്സ് എന്താണ്? GST ആണ്. ഇവിടെ CGSTയിലേക്ക് സെലക്ട് ചെയ്തിട്ടെടുത്തു. ജസ്റ്റ് എൻ്റർ അടിച്ചു, എൻ്റർ. ടാക്സിൻ്റെ എമൗണ്ട് ഓട്ടോമാറ്റിക്കായിട്ട് വന്നു. അടുത്തത് എന്താണ് കൊടുക്കേണ്ടത്? SGST ആണ് കൊടുക്കേണ്ടത്. Alt+C അടിച്ചു. ഇവിടെ SGST കൊടുത്തു. അണ്ടർ ഡ്യൂട്ടീസ് ആൻഡ് ടാക്സസ് GSTയിലേക്ക് കൊടുത്തു. ഇവിടെ SGSTയിലേക്ക് കൊടുത്തു. ജസ്റ്റ് എൻ്റർ അടിച്ചു, എൻ്റർ. അപ്പോൾ ടാക്സ് ഓട്ടോമാറ്റിക്കായിട്ട് വന്നു. ജസ്റ്റ് നമ്മൾ ഒന്നും കൂടി നമ്മൾ എൻ്റർ അടിച്ചു. അപ്പോൾ നമ്മൾക്ക് ഇവിടെ അങ്ങനെ ചോദിക്കും, പ്രൊവൈഡ് GST ഇ-വേ ബിൽ ആൻഡ് ഇൻവോയ്സ് ഡീറ്റെയിൽസ്. ഇവിടെ നമ്മൾ യെസ് കൊടുത്തു. യെസ് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു വിൻഡോയിലേക്കാണ് വരിക. അപ്പോൾ ഇവിടെ നമുക്ക് ഇ-വേ ബിൽ ഡീറ്റെയിൽസ് കൊണ്ട് ഇവിടെ കാണിക്കും. അതായത് ഇ-വേ ബിൽ നമ്പർ ഉണ്ട്, അതേപോലെ തന്നെ നമുക്ക് മെയിലിംഗ് നെയിം ഉണ്ട്, അതായത് നമ്മുടെ കമ്പനിയുടെ പേര് ഇവിടെ വന്നിട്ടുണ്ട്. ഇവിടെ നമുക്ക് കൺസൈനറുടെ ഡീറ്റെയിൽസ് ഉണ്ട്, അതായത് അയക്കുന്ന ആളുടെ നമ്മളുടെ ഡീറ്റെയിൽസ്. ഇവിടെ നമുക്ക് റൈറ്റിൽ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ഒന്ന് കാണാൻ പറ്റും കൺസൈനി ഡീറ്റെയിൽസ്, ആരൊക്കെയാണ് അയക്കണത്, അവരുടെ അഡ്രസ്സ്, പിൻകോഡ് ഡീറ്റെയിൽസ് ഇവിടെ വന്നിട്ടുണ്ട്. അതേപോലെ മെയിലിംഗ് നെയിം വന്നിട്ടുണ്ട്. ഇവിടെ നമ്മൾക്ക് പിൻ ടു പിൻ ഡിസ്റ്റൻസ് ആസ് പെർ പോർട്ടൽ, അതായത് നമ്മൾ ഇതിൻ്റെ ഡിസ്റ്റൻസ് കാൽക്കുലേറ്റ് ചെയ്യുക. നമ്മൾ തുടങ്ങുന്നതിൻ്റെ അയക്കുന്ന ആളുടെ പിൻ നമ്പറും കൊടുത്തിട്ടുണ്ട്, കിട്ടേണ്ട ആളുടെ പിൻ നമ്പറും കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾക്ക് ഇപ്പോൾ ടാലി നമുക്ക് ഒറിജിനൽ വേർഷൻ ആണെന്ന് വിചാരിക്കുക, നമ്മൾക്ക് ആ ഡിസ്റ്റൻസ് ഓട്ടോമാറ്റിക്കായിട്ട് അത് കാൽക്കുലേറ്റ് ചെയ്തിട്ട് ഇരിക്കും. അപ്പോൾ നമ്മളത് കാൽക്കുലേറ്റ് ചെയ്യാൻ നിൽക്കേണ്ട, ഓട്ടോമാറ്റിക്കായിട്ട് ആ ഡിസ്റ്റൻസ് അവിടെ കാൽക്കുലേറ്റ് ചെയ്യും. അപ്പോൾ ഞാനാണെങ്കിൽ ഇപ്പോൾ ഇവിടെ വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് പിൻ ടു പിൻ ഡിസ്റ്റൻസ് ആസ് പെർ പോർട്ടൽ. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ഏകദേശം ഒരു 50 കൊടുക്കുകയാണ് കേട്ടോ. 50 കിലോമീറ്റർ ആയിട്ട് ഞാൻ കൊടുത്തു. അപ്പോൾ ഞാനിവിടെ അടിച്ചു കൊടുത്തു. സാധാരണ ഇതിൽ നമുക്ക് നോർമലി നമ്മൾ ചെയ്യേണ്ട ആവശ്യമില്ല, ഓട്ടോമാറ്റിക്കായിട്ട് അതോടെ വരും. ഇപ്പോൾ നമുക്ക് ട്രാൻസ്പോർട്ടറിൻ്റെ നെയിം കൊടുത്തു,
നമുക്കിവിടെ ട്രാൻസ്പോർട്ടർ ഫോർ ഷിപ്മെൻറ്റ് എന്നുള്ളത് കാണിച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഇവിടെ ഞാനിപ്പോൾ രാജ് എന്നുള്ളത് അടിച്ചു കൊടുത്തു. ഇപ്പോൾ നമുക്കിവിടെ ട്രാൻസ്പോർട്ടറുടെ നെയിം അവിടെ കൊടുത്തു, ട്രാൻസ്പോർട്ടറുടെ ID ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ കൊടുക്കാം. അതേപോലെ തന്നെ നമുക്ക് ഇവിടെ പാർട്ട് ബി ഡീറ്റെയിൽസിലെ മോഡ് നമ്മൾ എന്ത് വഴിയാണ് നമ്മൾ ഇതാക്കണത്. ഇപ്പോൾ റോഡാണെന്നുണ്ടെങ്കിൽ നമുക്ക് റോഡിലേക്ക് നമുക്ക് സെലക്ട് ചെയ്തിട്ട് എടുത്തു. അതേപോലെ തന്നെ നമുക്ക് വെഹിക്കിൾ നമ്പർ എല്ലാ ഡീറ്റെയിൽസും കൊടുക്കാം. ഇവിടെ നമുക്ക് വെഹിക്കിൾ ടൈപ്പ് എന്നുള്ളിടത്ത് നമുക്ക് ഏത് ഇതിലേക്കാണെന്ന് വെച്ചെങ്കിൽ നമുക്കവിടെ കൊടുക്കാം. അതായത് നമ്മൾക്ക് ഓരോരോ വെഹിക്കിളിനും ഓരോരോ ഇതുണ്ട്. ഇപ്പം നമ്മൾക്ക് ഓവർ ഡയമെൻഷണൽ കാർഗോയാണോ, അതേപോലെ തന്നെ റെഗുലർ ആണോ, ഏതാണ് ഡീറ്റെയിൽസ് എന്നുണ്ടെങ്കിൽ നമുക്ക് അതിലേക്ക് കൊടുക്കാം. ഇപ്പോൾ റെഗുലർ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ റെഗുലറിലേക്ക് നമ്മൾ സെലക്ട് ചെയ്തിട്ടെടുത്തു. അപ്പോൾ നമുക്കിങ്ങനെ അടിച്ച് കഴിഞ്ഞാൽ ഇൻവോയ്സ് ഡീറ്റെയിൽസിലേക്ക് വരും. അപ്പോൾ ഇവിടെ നമുക്ക് ഒറിജിനൽ ചെയ്യുമ്പോൾ നമുക്ക് ഇവിടെ IRN നമ്പറൊക്കെ ഓട്ടോമാറ്റിക്കായിട്ട് ഇവിടെ വരും. അതേപോലെ ബിൽ ടു പ്ലേസ്, ഷിപ്പ് ടു പ്ലേസ്, നമ്മുടെ എവിടേക്കാണ് നമ്മൾ ബില്ല് ചെയ്യണത്. അപ്പോൾ ഇവിടെ വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഞാനാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഇവിടെ തൃശ്ശൂരാണെന്നുണ്ടെങ്കിൽ തൃശ്ശൂരിലേക്ക് കൊടുത്തു. നമുക്ക് ഷിപ്പ് ടു പ്ലേസ് എന്നുള്ളതായിരിക്കും നമുക്ക് കൊടുക്കാം. ഇത്രയും കൊടുത്തു കഴിഞ്ഞാൽ ഇത് നമ്മൾ ജസ്റ്റ് എൻ്റർ അടിച്ചു. അപ്പോൾ അത്രയും ഡീറ്റെയിൽസ് ആണ് നമ്മളവിടെ കൊടുക്കാനുള്ളത്. ഇവിടെ നമ്മൾ ജസ്റ്റ് എൻ്റർ അടിച്ചു, എൻ്റർ ന്യൂ റെഫറൻസിലെടുത്തു, എൻ്റർ അടിച്ചു, എൻ്റർ 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 അടിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ ഒരു പോപ്പപ്പ് മെസ്സേജാണ് വരിക. ഡു യു വാണ്ട് ടു സെൻഡ് വൗച്ചർ ഡീറ്റെയിൽ ഫോർ ഇൻവോയ്സ് ആൻഡ് ഇവേബിൾ ജനറേഷൻ. അപ്പോൾ നമുക്ക് ഇവിടെ നമുക്ക് യെസ് കൊടുത്തു കഴിഞ്ഞിട്ട് ഇത് നേരെ എന്താണ് GSTയുടെ പോർട്ടലിലേക്ക് പോകും. അപ്പോൾ ഇത് ഇവിടെ വെച്ചിട്ട് എൻ്റർ അടിച്ചു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് അത് ആ സൈറ്റിലേക്ക് പോകും. അപ്പോൾ ആ സൈറ്റിൽ വെച്ചിട്ട് നമ്മളവിടെ സൈനപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് അത് അവിടെ വെച്ചിട്ട് ജനറേറ്റ് ആവും. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഈ ഇൻവോയ്സിങ് നമ്മൾ ചെയ്യുക. ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി എന്ന് തന്നെ ഞാൻ വിചാരിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്.